നമസ്കാരം. ജീവൻ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ലീഡേഴ്സ് സ്പീക്കിംഗ് എന്നുള്ള ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ സജീവ സാന്നിധ്യമാണ് ശ്രീ എം. ഒരു പ്രത്യേക മുഖവുര എം വിജയകുമാർ എന്നുള്ള പേരിന് കേരള ജനതയുടെ ആവശ്യമില്ല. ഇതുവരെയുള്ള ഒരു രാഷ്ട്രീയ ജീവിതം, അതായത് 5 പതിറ്റാണ്ടിനപ്പുറക്കാലമുള്ള ഒരു രാഷ്ട്രീയ ജീവിതത്തെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഞാൻ ഒരു തൊഴിൽപരമായി നോക്കിയാൽ അഭിഭാഷകനാണ്. ഞാനും 70കളുടെ അവസാനം എൻറോൾ ചെയ്ത് അതിലേക്ക് വന്നതാണ്. അപ്പോഴാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു അഭിഭാഷകനായിട്ട് തന്നെ മാറുമായിരുന്നു. ചിലപ്പോൾ അക്കാഡമിയിലായിരുന്നു, ലോ കോളേജിലായിരുന്നു. പിന്നെ പോകാൻ കഴിയാതെ ഫുൾ ടൈം ഇതിലേക്ക് തന്നെ വരുന്നു. ഞാൻ വിദ്യാർത്ഥി സംഘടനാ രംഗത്തും പിന്നെ യുവജന രംഗത്തും സംസ്ഥാനത്തും ദേശീയ തലത്തിലും ചുമതലകളെടുത്തു. SF ഉണ്ടായിരുന്ന സമയമാണ്. അല്ല, അന്ന് SFI ആണ്. 970 SFI രൂപീകരിക്കുന്നത്. ആ രൂപീകരണത്തിൽ ഒരു പങ്ക് വഹിച്ച ആളാണ് ഞാൻ. അത് ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു. AKGയുടെ അവസാന കാലത്താണ്. AKG ആണ് അതിന് ചുക്കാൻ പിടിച്ചത്. കോൺഫറൻസ്, ഓൾ ഇന്ത്യ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തതും AKG ആണ്. ടാഗോർ സെമിനറി ഹാൾ ട്രിവാൻഡ്രത്ത്. അതിൻ്റെ പ്രധാന ചുമതലക്കാരനായിരുന്നു അന്ന് ഞാൻ. 980 ആയപ്പോൾ DYFI ആയി. KSYF ആയിട്ട് തുടങ്ങി DYFIയുടെ ഭാരവാഹിയായിരുന്നു. ആ DYFIയുടെ രൂപീകരണം 980 പഞ്ചാബിൽ അമൃത്സറിൽ വെച്ച് നടന്നു. അതിനും പ്രധാന പങ്ക് വഹിച്ചു. നാഷണൽ പ്രിപ്പറേറ്ററി കമ്മിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ പ്രധാന ചുമതലക്കാരനായിരുന്നു ഞാൻ. അപ്പോൾ 2 സംഘടനകളെ ദേശീയ തലത്തിൽ വിദ്യാർത്ഥികളുടെയും SFIയുടെയും DYFIയുടെയും രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ സാധിച്ച ഒരു പ്രവർത്തകനാണ് ഞാൻ. എൻ്റെ ഒരു 5 പതിറ്റാണ്ടേറെ കാലത്തെ പ്രവർത്തനങ്ങളാണ് എനിക്ക് എൻ്റെ മുമ്പിൽ പൊതുരംഗത്ത് എന്ന് പറയാം. 970കളിൽ വിദ്യാർത്ഥി സംഘടനാ രംഗത്തായിരുന്നു എൻ്റെ പ്രവർത്തനം. വിദ്യാർത്ഥി മേഖലയിലായിരുന്നു എൻ്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചത്. അതിനിടയിലാണ് ഒരിക്കലും മറക്കാൻ കഴിയാത്ത 975-77 വരുന്നത്. ആ പീരീഡ് പ്രത്യേകം അത് ഞാൻ പറയുന്നത് അതാണ്. 970കൾ 980കളിൽ ഞാൻ യൂത്തിലേക്കായി. അതിൻ്റെ സ്റ്റേറ്റും ദേശീയ തലത്തിലുമായി. ആ സമയത്താണ് ഞാൻ പാർലമെൻ്ററി രംഗത്തേക്ക് വരുന്നത്. ഞാൻ പാർലമെൻ്ററി രംഗത്തേക്കൊക്കെ വരുന്നത് വളരെ അവിചാരിതമായിട്ടാണ്, അപ്രതീക്ഷിതമാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഡൽഹിയിലാണ്. DYFIയുടെ ഓൾ ഇന്ത്യ പ്രസിഡൻ്റായിട്ട് ഡൽഹിയിൽ താമസം മാറ്റി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് 987 ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. എന്നാലും നമുക്കതിൻ്റെ ഒരു ബിഗിനിങ് അറിയാനൊരു താല്പര്യം ഉണ്ടാവും നമ്മുടെ പ്രേക്ഷകർ. അതായത് ഒരു ഇടതുപക്ഷ ആശയത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? അതൊരു തലമുറ കൈമാറ്റത്തിലൂടെ വന്നതാണോ? തലമുറ കൈമാറ്റത്തിലൂടെ അല്ല. എൻ്റെ കുടുംബം എന്ന് പറയുന്നത്, എൻ്റെ ശരിയായ എൻ്റെ കുടുംബത്തിൻ്റെ വേരുകൾ എന്ന് പറയുന്നത് വർക്കലയിലാണ്. അപ്പോൾ അതെ, വർക്കലയിൽ അമ്മയും എല്ലാം വർക്കലയിലാണ്. അപ്പോൾ അമ്മയുടെ അച്ഛൻ ഗോവിന്ദപിള്ള, അദ്ദേഹം ജോലി സംബന്ധമായിട്ട്, ജോലി എന്ന് പറഞ്ഞാൽ ഈ വില്ലേജ് ഓഫീസർ എന്നുള്ള ജോലി ഉണ്ടല്ലോ, അത് പിന്നീടാണ് 70. അതിന് മുമ്പ് അധികാരി എന്ന് പറയും. ഒരു വലിയ വിസ്തൃതമായ ഏരിയ ഉണ്ടാവും, ഒരു വില്ലേജല്ല, ഒരു താലൂക്ക് തന്നെ ഉണ്ട്. അങ്ങനെ നെടുമങ്ങാടിലേക്ക് അധികാരി ജോലിയായിട്ട്, പാർവത്യാർത്ഥം എന്നും പറയാറുണ്ട്, ആ ജോലിക്ക് അപ്പൂപ്പൻ അമ്മയും ഒക്കെ ആയിട്ട് വരികയാണ്. വർക്കലയിൽ നിന്ന് അവർ നെടുമങ്ങാട്ടേക്ക്. അങ്ങനെയാണ് ഞങ്ങൾ നെടുമങ്ങാടുകാരായത്. പക്ഷേ ഗൂഗിൾ നോക്കിയാൽ നമുക്ക് ഈ വർക്കലയുടെ ഒരു ബന്ധം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇല്ല. പറയുമ്പോഴാണ് ഞാൻ കുറേ നാളിന് ശേഷം വർക്കലയിലൊരു പൊതുപരിപാടിക്ക് പോയപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞു. അവർക്ക് അതിശയമാണ്. നമ്മുടെ കുടുംബക്കാരൊക്കെ അവിടെ ഉണ്ട്. അമ്മുമ്മയുടെ കുടുംബക്കാരും ഒക്കെ ഉണ്ട് അവിടെ. സ്കൂളുണ്ട്, ക്ഷേത്രമുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ പഠനമൊക്കെ എവിടെയായിരുന്നു? പഠനം ഞാൻ നെടുമങ്ങാട് സ്കൂൾ വിദ്യാഭ്യാസം ശ്രീനാരായണ സ്കൂള്, ഉഴമലക്കൽ നമ്മുടെ വീടിനടുത്താണ്. 2 പഞ്ചായത്താണ്. ഉഴമലക്കൽ പഞ്ചായത്താണ്. ഞങ്ങളുടെ വീട് അതിൻ്റെ ബോർഡറിലാണ്. ഇപ്പുറത്ത് വിതുര പഞ്ചായത്തിൻ്റെ ബോർഡറിലാണ് വീട്. അപ്പോൾ കുറച്ച് അന്നൊക്കെ ഈ സ്കൂളുകൾ വളരെ കുറവാണല്ലോ. അവിടെയാണ് സ്കൂൾ വിദ്യാഭ്യാസം. 10ാം ക്ലാസ് വരെ അവിടെ പഠിക്കാനേ പറ്റുള്ളൂ. പരീക്ഷ എഴുതാൻ എനിക്ക് നെടുമങ്ങാട് സ്കൂളിൽ പോകേണ്ടി വന്നു. സെൻറ്ററില്ല.
SSLCക്ക് അന്ന് സെൻറ്റർ ഈ ശ്രീനാരായണ സ്കൂളിൽ അന്നില്ല, പിന്നെ കിട്ടി. അങ്ങനെയായിരുന്നു വിദ്യാഭ്യാസം, സ്കൂളിലെ വിദ്യാഭ്യാസം. രാഷ്ട്രീയമൊക്കെ ഉള്ള ഒരു സമയമാണ്, കാലഘട്ടമാണ്. ഇല്ല. വിദ്യാർത്ഥികളുടെ ഇടയിൽ ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അന്ന് സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ ഒരു സമര ഒരു പ്രക്ഷോഭം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അന്ന് സ്കൂളിൽ. എന്നുവെച്ചാൽ ബസ്സിൻ്റെ കാര്യത്തിൽ, ബസ് സർവീസിൻ്റെ കാര്യം അന്ന് കൂടുതൽ പ്രൈവറ്റ് ബസ്സുകളാണ്. നെടുമങ്ങാട് ഡിപ്പോ ഒന്നും വന്നിട്ടില്ല. അതുവഴിയൊക്കെ ഒരു റൂട്ടിൽ ബസ് നെടുമങ്ങാടേക്ക് ചെങ്കോട്ടേക്കിലേക്ക് പോവും, ഇപ്പുറത്തേക്ക് പോവും, നെയ്യാർ ഡാമിലേക്ക് പോവും. ഇതിനിടയ്ക്കാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് ആരനാട്. അതിനുവേണ്ടി ഒരു സമരം ഞങ്ങൾ എല്ലാം കൂടി ചേർന്നിട്ട്, അവിടെ സംഘടനയൊന്നുമില്ല അന്ന്, വിദ്യാർത്ഥി സംഘടനയോ കാര്യങ്ങളൊന്നുമില്ല, ഞങ്ങളെല്ലാം കൂടി ചേർന്ന ഒരു സമരം. അതാണ് ആദ്യത്തെ ഒരു സമരം. ബസ് തടയൽ, സ്കൂളിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി പ്രകടനമായിട്ട് വന്ന് മെയിൻ റോഡിൽ വന്നിട്ട് ബസ് തടഞ്ഞുള്ള സമരം അന്ന് നടത്തി. അത്രയേ ഉള്ളൂ. കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പോഴാണ്, കാരണം 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് മാറി, പിന്നെ നെടുമങ്ങാടുമായിട്ട് ബന്ധമില്ല. 10ാം ക്ലാസ് വരെ അവിടെ ഉള്ളൂ. അത് കഴിഞ്ഞ് നെടുമങ്ങാട് ഞങ്ങൾ കുടുംബം തന്നെ ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു പഠിക്കാൻ വേണ്ടി. കാരണം ഞാൻ മാത്രമല്ല, എൻ്റെ സഹോദരങ്ങളുണ്ട്. എനിക്ക് ഞാനുൾപ്പെടെ 4 ബ്രദേഴ്സാണ്, 2 സിസ്റ്റേഴ്സാണ്, 6 പേരുള്ള കുടുംബമാണ്. അപ്പോൾ ഞങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി തന്നെ, എൻ്റെ അച്ഛൻ വളരെ കുഞ്ഞിലെ മരണപ്പെട്ടു പോയി. അച്ഛൻ വെച്ചാൽ ഞാൻ സ്കൂളിൽ ചേരുന്നില്ല, എന്നെ സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ, അന്ന് പ്രീ പ്രൈമറി ഒന്നുമില്ല, സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് എൻ്റെ അച്ഛൻ ചെറുപ്പത്തിൽ നെടുമങ്ങാട് വെച്ച് നെടുമങ്ങാട് ഞങ്ങൾ ഇരിക്കുമ്പോഴാണ്, നെടുമങ്ങാട് ഇരിക്കുമ്പോൾ അച്ഛൻ മരണപ്പെട്ടു. ജോണ്ടിസ്, മഞ്ഞനോവെന്നൊക്കെ അന്ന് ചികിത്സ, ഇന്നിപ്പോൾ എല്ലാം ചികിത്സയുണ്ട്, അന്ന് ഇല്ല. പേരൂർക്കട ഹോസ്പിറ്റലാണ് അച്ഛനെ കൊണ്ടുവന്ന്, അച്ഛൻ മരണപ്പെട്ടു. പിന്നെ അമ്മയാണ് 6 കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചതും വളർത്തിയതും ഒക്കെ. അച്ഛനും അമ്മയും എല്ലാം അമ്മയാണ്, ഒരാളേ ഉള്ളൂ. പിന്നെ അതായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ പഠിത്തത്തിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ട്രിവാൻഡ്രത്തേക്ക് വരുന്നത്. അമ്പലമുക്കിൽ കൃഷ്ണൻകോവിലുണ്ടല്ലോ, അവിടെ ഒരു വീട്, നമുക്ക് അടുത്തൊരു ബന്ധു ആളൊരു വീടുണ്ട്, അവിടെ താമസിച്ചുകൊണ്ടാണ് പ്രീ ഡിഗ്രി MG കോളേജിൽ, ഡിഗ്രി MG കോളേജിൽ, പിന്നെ ലോ കോളേജിൽ, പിന്നീട് എല്ലാം ട്രിവാൻഡ്രത്ത് തന്നെ. ആ ട്രിവാൻഡ്രത്തേക്ക് വരുന്ന സമയത്ത് പ്രീ ഡിഗ്രി മുതലുള്ള കാലത്താണ് വിദ്യാർത്ഥി സംഘടനയുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത്. ആദ്യം ഞാൻ SFI 70-ലെ രൂപീകരിക്കുന്നത്, അതിന് മുമ്പേ ഞാനിവിടെ വന്നു പ്രീ ഡിഗ്രിക്ക്. അന്ന് KSF വിദ്യാർത്ഥി സംഘടനയിൽ ഉള്ള ഒരു ആഭിമുഖ്യമാണ് ഞാൻ ഈ രംഗത്തേക്ക് വരാനുള്ള അതിൻ്റെ തുടക്കം. എൻ്റെ കുടുംബ പശ്ചാത്തലം നോക്കിയാൽ ആരുമില്ല. അച്ഛൻ നേരത്തെ മരിച്ചു, അച്ഛൻ്റെ സഹോദരങ്ങളൊക്കെ ഉണ്ട്, വലിയ ആളുകളാണ് അവരൊക്കെ കോൺഗ്രസ് പാരമ്പര്യമുള്ളവരാണ്. എൻ്റെ കുടുംബ പശ്ചാത്തലം നോക്കിയാൽ പറയാൻ കഴിയുന്നത് കോൺഗ്രസിൻ്റെ പാരമ്പര്യമാണ്. ഇത്രത്തോളം തിളക്കമാർന്ന ഒരു സമയത്താണല്ലോ കോൺഗ്രസ് ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനാകാതെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്ന് പോകാനുള്ള പ്രധാന കാരണം എന്താണ്? പ്രധാന കാരണം ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഉള്ള എൻ്റെ അനുഭവങ്ങൾ തന്നെ. കാരണം കോൺഗ്രസിനോടുള്ള ആഭിമുഖ്യമല്ല, പുരോഗമന പ്രസ്ഥാനങ്ങളോട്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട്, അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ SFIയും KSFും SFIയും, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതിനോടാണ് എനിക്ക് കൂടുതൽ ആഭിമുഖ്യം. അവർക്കാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക, കോൺഗ്രസ്സിനല്ല എന്ന ഒരു വിശ്വാസം നമ്മൾ കടന്നു വന്നു. അങ്ങനെയാണ് ഇതിലേക്ക്. ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ടോ അല്ല, സ്വാധീനിച്ചിട്ടോ വന്നതല്ല. അന്നത്തെ സാഹചര്യങ്ങളാണ് എന്നെ ഇതാക്കിയത്. എന്നാലും അന്നൊരു 2 ചോയ്സ് ഉണ്ടായിരുന്നല്ലോ. 64 ശേഷമുള്ള ഒരു പിളർപ്പിന് ശേഷം ഏത് പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കണമെന്നുള്ള ആശയക്കുഴപ്പം. 64 പിളർപ്പൊന്നും നമുക്കറിയില്ല, അതിലൊന്നും കൂടുതൽ അറിവ്. എന്നാലും ഈ SF ഒക്കെ കൂടുതലായി CPM അല്ല SF ഈ CPM-മായി അറ്റാച്ച് നിൽക്കാനുള്ളൊരു ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷവും SFI എല്ലാം DFI എല്ലാം അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് വന്ന സമയത്താണ് SF എന്നതിൽ, SF അല്ല KSF ആയിരുന്നു, പിന്നെ SFI രൂപീകരിച്ചു. അതാണ് ടേണിംഗ് പോയിൻ്റ്, വിദ്യാർത്ഥി ജീവിതകാലത്തെ ടേണിംഗ് പോയിൻ്റ് അതാണ്. അങ്ങനെ SFI അതിൻ്റെ രൂപീകരണം കഴിഞ്ഞു. രൂപീകരണത്തിൽ ഞാൻ ജില്ലാ ഭാരവാഹിയായി, സ്റ്റേറ്റ് ഭാരവാഹിയായി. സ്റ്റേറ്റ് പ്രസിഡൻ്റ് അല്ല, സെക്രട്ടറി അല്ല. ഞാൻ 74-ൽ സ്റ്റേറ്റ് ജോയിൻറ്റ് സെക്രട്ടറി ആയി. കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയി. എനിക്ക് മുമ്പ് G. സുധാകരനുണ്ട്. G. സുധാകരൻ മാറിയിട്ടാണ് കോടിയേരി ബാലകൃഷ്ണനും MA ബേബിയും
പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ട് വരുന്നത് 73, 74. അപ്പോഴും ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പോഴാണ് 1975 എമർജൻസി ഡിക്ലെയർ ചെയ്തത്. എമർജൻസി ഡിക്ലെയർ ചെയ്യുമ്പോൾ ഞാൻ ലോ കോളേജിൽ പഠിക്കുക, അന്ന് ലോ കോളേജിൽ പഠിക്കുക. അന്ന് ഞാനതിൻ്റെ സ്റ്റേറ്റ് ജോയിൻറ്റ് സെക്രട്ടറിയാണ്, ജില്ലാ പ്രസിഡൻ്റാണ്, ഫുൾ ടൈം പ്രവർത്തകനാണ്. പഠിത്തം ഉണ്ടെങ്കിലും പോലീസിൻ്റെ സാധാരണയുള്ള മുറകൾക്കൊക്കെ സാറ് അതെ, എമർജൻസി പ്രഖ്യാപിച്ച ദിവസം തന്നെ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അന്ന് തന്നെ. കാരണം അന്ന് വേറെ ഒന്നുമില്ല, വേറെ സംഭവം ഉണ്ടായിട്ടല്ല. കാരണം ഇതിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ് എന്ന നിലയിൽ വിദ്യാർത്ഥികൾ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് റിവോൾട്ട് ചെയ്യും എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്നാണ് അവർ പിന്നെ പറഞ്ഞത്. ഞാൻ MLA ഹോസ്റ്റലാണ് താമസം. അന്ന് എത്ര ദിവസം ജയിലിലായിരുന്നു? MLA ഹോസ്റ്റലിൽ താമസിക്കാൻ കാര്യം, എൻ്റെ ലോ കോളേജിൽ എൻ്റെ കൂടെ പഠിച്ച ഒരു ആളുണ്ട്, അയാളുടെ പേരും വിജയകുമാർ എന്നാണ്. AV കുഞ്ഞമ്പു MLA പയ്യന്നൂരിലെ അന്നത്തെ MLA ആണ് AV കുഞ്ഞമ്പു. അദ്ദേഹത്തിൻ്റെ മകനാണ് വിജയകുമാർ. അയാളും ഞാനും ലോ കോളേജ് ഒരുമിച്ച് പഠിക്കുക. അയാളുടെ മുറിയാണ്, AV കുഞ്ഞമ്പുവിൻ്റെ മുറിയിലാണ്. അന്നൊക്കെ നമുക്ക് MLA മാരുടെ മുറിയിലൊക്കെ താമസിക്കാൻ നിയന്ത്രണവുമില്ല, അതൊക്കെ ഉള്ളൂ. ഓഫീസുകളില്ല, താമസ സൗകര്യങ്ങളില്ല, ഒന്നുമില്ല. അന്ന് ഒരു തികച്ചും ഇന്നത്തെ സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമാണ്, പ്രതികൂലമാണ് സാഹചര്യങ്ങൾ, ബുദ്ധിമുട്ടാണ്. ആഹാരം കഴിക്കുന്നതിന് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിന് തന്നെ വളരെയേറെ പ്രയാസങ്ങളുണ്ട്. ഇന്നത്തെ സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ MLA ഹോസ്റ്റൽ അവിടെയാണ് ഞങ്ങൾ. രാത്രി 1975 ജൂൺ 24 രാത്രി ഞങ്ങൾ മിക്കവാറും വൈകുന്നേരം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞൊന്ന് സിനിമയ്ക്ക് പോകുന്നവരൊപ്പമുണ്ട് മിക്കവാറും. അന്ന് സിനിമ ഒരു ഭ്രാന്ത് ഉള്ള ഒരു കാലമാണ്. ഏത് സിനിമയ്ക്കും പോയിട്ട് വന്നിട്ടാണ് കിടക്കുക. വെളുപ്പിന് രാവിലെ എണീക്കുമല്ലോ, എണിച്ച് MLA ഹോസ്റ്റലിൽ തന്നെ, പഴയ ബിൽഡിങ്ങാണേ, ഇപ്പോഴത്തെ പുതിയ ബിൽഡിംഗ് ഒന്നും അല്ല. ഇറങ്ങി പുറത്തേക്ക് ഒരു 6 മണി നേരം വെളുത്തിട്ടേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തോ ഒരു അസ്വാഭാവിക, കാരണം കുറേ പോലീസ് ജീപ്പുകളൊക്കെ അപ്പുറത്ത് കിടപ്പുണ്ട്, ആരും കാണുന്നില്ല. അപ്പോൾ MLA ഹോസ്റ്റലിൻ്റെ മതിലിൻ്റെ അവിടെ നിന്ന് ഗേറ്റ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് പോലീസ്. അപ്പോൾ എന്തോ സംഗതിയാണ്. അപ്പോഴും അറിയുന്നില്ല, അടിയന്തരാവസ്ഥ നമ്മളറിയുന്നില്ല, രാത്രിയല്ലേ പ്രഖ്യാപിച്ചത്. ഒരു പോലീസ് ജീപ്പ് കൊണ്ടുവന്ന് നിർത്തി, എൻ്റെ അടുത്ത് നിർത്തി. വിജയകുമാറാണ്, വാനിൽ കയറാൻ പറഞ്ഞു. എന്താ കാര്യമൊന്നും പറയുന്നില്ല. വല്ല കേസോ വല്ലതും അതിൽപ്പെട്ട എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല, എന്താണെന്നറിയില്ല. അവരപ്പം ഒന്നും പറയുന്നില്ല, നേരെ ഫോഴ്സ് ചെയ്തില്ല. പോലീസ് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ. നമ്മൾ പോലീസ് ജീപ്പിൽ കയറി, ഞാൻ മാത്രം, എൻ്റെ കൂടെ ഉള്ളവർ വേറെ ഉണ്ട്, അവരൊന്നും കയറിയില്ല. എന്നെ മാത്രം കൊണ്ട് കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴാണ് അവിടെ ഒരു SI ഇരിപ്പുണ്ട്, CI ഉണ്ട്, പോലീസുകാരെല്ലാം ഉണ്ട്. ആ ഒരു പോലീസിൻ്റെ ഒരു ബഹളമായിരുന്നു അവിടെ, സാധാരണ കാണാത്തതാണ്. അവരാണ് പറയുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എന്താണ് അടിയന്തരാവസ്ഥ എന്നറിയില്ല. മിസ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അറിയില്ല. അതൊക്കെ അവർ പറയുന്നതാണ്. ഒരു ശ്രീധരൻ പിള്ള എന്ന് പറഞ്ഞിട്ട് SI ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയ ഭീകരനാണ്, മർദ്ദനമൊക്കെ. മിസ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ജയിലിലടയ്ക്കും. ജയിലിലടച്ചാൽ നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റില്ല. പഴയതല്ല കാലം. അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇനി മാറാൻ പോകുന്നില്ല, ജയിൽവാസം തന്നെയാണ്. അതിനെതിരായി നിങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, അനങ്ങാൻ പാടില്ല, സംഘടനയൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ക്ലാസ്സൊക്കെ എടുത്ത അയാൾ. അപ്പോൾ ഒരു മാപ്പപേക്ഷ നൽകിയിരുന്നെങ്കിൽ റിലീസ് ആവുമോ? ഇല്ല, മാപ്പപേക്ഷ ഇല്ല. അങ്ങനെ അവിടെ ആദ്യം നിർത്തി. രാവിലെ കുറേ കഴിഞ്ഞാണ് ഒരു ബെഞ്ച് കൊണ്ടുവന്ന് ഇരിക്കാൻ പറഞ്ഞു. പക്ഷെ അന്ന് വലിയ ബഹളങ്ങളൊന്നും ഉണ്ടായില്ല, അസഭ്യം ഇല്ല, മർദ്ദനമില്ല, അന്നില്ല. അതാണ് അന്നത്തെ ദിവസം. ഉച്ചയായപ്പോൾ അവിടെ ഒരു പൊതിച്ചോറ് കൊണ്ടുവന്നു, അത് കഴിച്ചു. അങ്ങനെ ഒരു ദിവസം ലോക്കപ്പിൽ കിടന്നു. അടുത്ത ദിവസം എന്ത് ചെയ്തു? എന്നെ വിട്ടു. ജൂൺ 26-നാണ് കൊണ്ടുപോയി, 27-ന് വിട്ടല്ലോ. പെട്ടെന്ന് തന്നെ ഞാൻ തന്നെ മുൻകൈ എടുത്ത് അതിനെതിരെ ഒരു പ്രൊട്ടസ്റ്റ് കൊണ്ടുവരണം. എളുപ്പമല്ല, പരസ്യമായിട്ട് ചെയ്യാൻ ഒക്കില്ല. പരസ്യമായിട്ടല്ലെങ്കിലും ഒരു പ്രതിഷേധം അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് വിദ്യാർത്ഥികൾ SFI എന്ന നിലയിൽ ചെയ്യണം തീരുമാനിച്ചു. ആലോചിച്ചു. റിലീസ് ആയതിനു ശേഷം ആലോചിച്ചു. അപ്പം ഇവിടെ G. സുധാകരൻ താമസിക്കുന്നുണ്ട്.
അദ്ദേഹം ലോ കോളേജിൽ പഠിക്കുകയാണ്. യെസ്. എൻ്റെ സീനിയറാണ് സുധാകരൻ, ജി സുധാകരനുണ്ട്. അദ്ദേഹം എസ് എഫ് ഐയുടെ സെക്രട്ടറി ആയിരുന്നല്ലോ. ഒഴിഞ്ഞാണ് കോടിയേരിയും ബേബിയും വരുന്നത്. സുധാകരൻ ആയിട്ട് ആലോചിച്ചു. അതുകാരം പറഞ്ഞു പിന്നെ നമുക്ക് ചെയ്യാം, നിങ്ങളത് സംഘടിപ്പിക്കാം. അങ്ങനെയാണ് ഞാൻ ട്രിവാൻഡ്രത്തെ വിദ്യാർത്ഥികൾ, യൂണിവേഴ്സിറ്റി കോളേജുണ്ട്, എസ് എഫ് ഐ ശക്തമാണ്. തൊട്ട് സംസ്കൃത കോളേജ് ഓപ്പോസിറ്റുണ്ട്, ശക്തമാണ്. ആർട്സ് കോളേജുണ്ട്, ശക്തമാണ്. ആയുർവേദ കോളേജ്, ഇതൊക്കെ ശക്തമായ എസ് എഫ് ഐ അന്നുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് കൊടുത്തു, വിവരം കൊടുത്തു വിദ്യാർത്ഥികളെ. ജൂലൈ 1 ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. 2 ദിവസം കഴിയുമ്പോൾ ജൂലൈ 1 എന്ന് പറയുന്ന ഡേറ്റ് എസ് എഫ് ഐ എല്ലാ വർഷവും അവകാശ പ്രഖ്യാപന ദിനമാണ്. സ്കൂൾ തുറക്കുകയല്ലേ, ജൂണിൽ സ്കൂൾ തുറന്നാൽ ജൂലൈ 1 എസ് എഫ് ഐയുടെ അവകാശ പ്രഖ്യാപന ദിനം ഞങ്ങൾ ആചരിക്കാറുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ്. പ്രഖ്യാപിച്ചാലും അതിന് പ്രസക്തി ഉണ്ടല്ലോ. അടിയന്തരാവസ്ഥയുടെ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് അന്ന് ആ ദിവസം വിദ്യാർത്ഥികളെ രഹസ്യമായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ആലോചിച്ച്, യൂണിവേഴ്സിറ്റി കോളേജ്, ഈ പുറത്തെന്തെങ്കിലും പോയാൽ പോലീസ് അപ്പം പൊക്കും. രഹസ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇന്നത്തെ പോലെയല്ല, വളരെ ചുരുങ്ങിയ ആളുകൾക്കേ അറിയാവൂ. എന്നിട്ട് ജൂലൈ 1 യൂണിവേഴ്സിറ്റി കോളേജിൽ രഹസ്യമായിട്ട് ഒരു കൂട്ടം കൂടിപ്പോകാനൊക്കെ ഇല്ലല്ലോ. അപ്പം ഈ 144 ഉണ്ട് അടിയന്തരാവസ്ഥ. ഒറ്റയ്ക്ക് കുട്ടികൾ വേണം. ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ കേന്ദ്രീകരിച്ചു. സുധാകരനും ഞാനും സുധാകരനും ആ പ്രകടനം ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച്. പോലീസ് അറിഞ്ഞാൽ അവിടെ പോലീസ് വരുമല്ലോ, പിടിക്കുമല്ലോ. പക്ഷേ റോഡിൽ ആളുകൾ ഇങ്ങനെ ഭയത്തോടു കൂടി നോക്കുകയാണ്. മുദ്രാവാക്യം വിളിച്ച് കുറേ വിദ്യാർത്ഥികൾ. എന്താ? അടിയന്തരാവസ്ഥ തുലയട്ടെ, അടിയന്തരാവസ്ഥ അറബിക്കടൽ എന്ന മുദ്രാവാക്യം നമ്മളാണ് ആദ്യം കേരളത്തിലും ഇന്ത്യയിലും ഉയർത്തിയത് നമ്മളാണ്. പക്ഷേ അതിപ്പോഴും നമ്മുടെ ആദ്യം അടിയന്തരാവസ്ഥ അറബിക്കടൽ എന്ന മുദ്രാവാക്യം, അത് പിന്നെ നമ്മുടെ നേതാക്കളെല്ലാം EMSഉം AKG ഒക്കെ അത് ഏറ്റെടുത്തപ്പോൾ വലിയ പബ്ലിസിറ്റി കിട്ടി. അത് ഉയർത്തിയത് ഞങ്ങളാണ്. ആ പ്രകടനം അടിയന്തരാവസ്ഥ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരുന്നു? അവ കൊണ്ടുപോയി ഞങ്ങൾ മെയിൻ റോഡിൽ വന്നു. AG's ഓഫീസിൻ്റെ ഫ്രണ്ടിൽ മെയിൻ റോഡുണ്ട്. അപ്പോഴും പോലീസ് അറിയുന്നില്ല. ഏകദേശം സെക്രട്ടേറിയറ്റിൻ്റെ മധ്യഭാഗത്തെത്തി. ആ വേലുത്തമ്പിയുടെ പ്രതിമയൊക്കെ ഉള്ള ആ മധ്യഭാഗത്തെത്തിയപ്പോൾ അപ്പോൾ പോലീസ് അറിഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് അറിഞ്ഞിരിക്കും. അവർ അവിടെ നിന്നും ഇവിടെ നിന്നും മറ്റേ ട്രിവാൻഡ്രം ഹോട്ടലൊക്കെ എല്ലായിടത്തു നിന്നുമായിട്ട് 8-10 വണ്ടികളും ബസ്സും. അവർക്ക് കിട്ടിയ റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിട്ടാണ്. ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ, കുറച്ച് വിദ്യാർത്ഥികളേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. അവിടെ വെച്ച് റൗണ്ടപ്പ് ചെയ്തു. അവിടെ ഇട്ട് തല്ലി. മുദ്രാവാക്യം വിളിക്കലെന്ന് പറഞ്ഞു. അതാണ് ആദ്യത്തെ പ്രകോപനം. അവർ മുദ്രാവാക്യം വിളിച്ചു, അപ്പം തല്ലിയപ്പം വീണ്ടും മുദ്രാവാക്യം വിളിച്ചു, അപ്പം വീണ്ടും തല്ലി. റോഡിലിട്ടാണ്. അറിയാം. അന്ന് ബസ്സൊക്കെ ഓടിക്കൊണ്ടിരുന്ന ബസ്സുണ്ട്, KSRTC ബസ്സൊക്കെ അന്ന് മെയിൻ റോഡ് ഓടുന്നില്ല. അവരെല്ലാം നിന്ന് പോയി, പേടിച്ച് അവർ നിന്ന് കാണുകയാണ്. അവരെല്ലാം കുറേ ആളുകൾ കാണുകയാണ്. 10,000 ആളങ്ങനെ ചുറ്റും കൂടിയിട്ടുണ്ട് അന്ന് അടിയന്തരാവസ്ഥയ്ക്കെതിരെ. അവിടെ ഇട്ട് തല്ലി. എന്നിട്ട് വണ്ടി പോലീസ് ബസ്സിലേക്ക്, ജീപ്പിലേക്ക് ഇട്ട് തല്ലി. അപ്പോഴും മുദ്രാവാക്യം വിളിച്ചു. മുദ്രാവാക്യം വിളിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. മുദ്രാവാക്യം വിളിക്കാതിരുന്നാൽ ചിലപ്പോൾ അല്പം തല്ലി ഒഴിവായത്. പക്ഷേ മുദ്രാവാക്യം വിളിച്ചു, തല്ലി ശരിയാക്കി. വണ്ടിയിലിട്ട് 24 പേരെ അപ്പോൾ കിട്ടി. ബാക്കിയൊക്കെ സ്കാറ്റേഡായി പോയി. 24 പേര് ഞങ്ങളെല്ലാം ചേർന്ന് കണ്ടോൺമെൻറ്റിൽ കൊണ്ടുപോയി. കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലെത്തിയതിന് ശേഷമാണ് ബാക്കി കലാപരിപാടികൾ. ഒറ്റയ്ക്ക്. ഈ തല്ലെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല, ചില പരിക്കൊക്കെ പറ്റുമെങ്കിലും വലിയ കുഴപ്പം. ഒറ്റയ്ക്ക് അങ്ങനെയല്ല, കൊല്ലാൻ വേണ്ടിയാണ്. ഇങ്ങനെയൊക്കെ ഇടിയാണ് കുരിച്ചു നിർത്തി. അപ്പം ഞാനിതിൻ്റെ പ്രധാന സംഘാടകനായതുകൊണ്ട് എന്നെ അവസാനമാണ് തല്ലുന്നത്. ഞാൻ ഇതിന് നേതൃത്വം കൊടുത്ത ആളുന്നത്. ഓരോരുത്തരെ വിളിക്കുകയാണ്. സുധാകരനെ വിളിച്ചു, ജി സുധാകരനെ, ഇപ്പോൾ MLA സുധാകരനാണ് നല്ല മർദ്ദനം വന്ന് കിട്ടിയത്. സുധാകരൻ അന്ന് നമ്മുടെ കൂട്ടത്തിൽ കണ്ണട വയ്ക്കുന്ന ഒരാളായിരുന്നു. കണ്ണട 2ആയി പൂട്ടിപ്പോയി, അടിച്ചു. ബേബി എല്ലാവരെയും, PS രാജീവ്, തോമസ് അബ്രഹാം, അന്നത്തെ നേതാക്കളാണ് ശിവാനന്ദൻ, ഗോപിനാഥ്, ഡോക്ടർ പ്രസാദ്, പിന്നെ പിൽക്കാലത്ത് കൊല്ലത്ത് അഡ്വക്കേറ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, പുല്ലൂർ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. അങ്ങനെ കുറേ നല്ല പ്രധാനപ്പെട്ട അവരെല്ലാം പിടിച്ച് അവിടെ ഇട്ട് തല്ലി. ഒറ്റയ്ക്കാണ് തല്ലുന്നത്. ഒരു ദിവസം മുഴുവൻ തല്ലായിരുന്നു. ഭക്ഷണമൊന്നും
അതൊന്നും തന്നില്ല, അതൊന്നും തന്നില്ല. അത് ആദ്യം പിടിച്ച ദിവസം മര്യാദയ്ക്ക് ഭക്ഷണമൊക്കെ തന്നു, അതൊന്നും തന്നില്ല. എന്നിട്ട് ആരും വരുന്നില്ല ഞങ്ങളുടെ ഇതൊക്കെ ചെയ്തിട്ട്. വരാനും പേടിയാണ്. പാർട്ടി നേതാക്കളുണ്ടല്ലോ ഇവിടെ, അവരൊക്കെ അറിഞ്ഞു ആരും വരുന്നില്ല. വന്ന് അവരും അകത്താക്കും. അങ്ങനെയാണ് രാത്രിയായപ്പോൾ വർക്കൽ രാധാകൃഷ്ണൻ വക്കീലാണല്ലോ, ആ വക്കീൽ എന്നുള്ള കപ്പാസിറ്റിയിൽ അവിടെ വന്നു. അങ്ങനെയാണ് ഞങ്ങൾ രാത്രി ഒരു മജിസ്ട്രേറ്റ് ഉണ്ട്, അദ്ദേഹം ഇപ്പോൾ അടുത്ത കാലത്താണ് മരിച്ചത്, ആ പനവള ജംഗ്ഷനിലൊരു ഒരു മജിസ്ട്രേറ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് ആദ്യം അട്ടക്കുളങ്ങര സബ് ജയിലിൽ കൊണ്ടുപോയി പാർപ്പിച്ചു ആദ്യം. അതിനുശേഷമാണ് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയി. അടിയന്തരാവസ്ഥയുടെ അനുഭവം അതാണ്. എത്ര ദിവസം? 4 മാസം ജയിലിക്കണം. 4 മാസം. പക്ഷേ ഞാൻ തുടക്കത്തിൽ അടിയന്തരാവസ്ഥയുടെ കാര്യം പറഞ്ഞ് സാറങ്ങ് സ്റ്റോപ്പ് ചെയ്തതെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ചിലപ്പോൾ വിചാരിച്ചു അത്രേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. അല്ല പിന്നീടാണ് അതിൻ്റെ ചരിത്രം കിടക്കുന്നത്. പിന്നീടാണ് ചരിത്രം ഒരുപാട് അടിയന്തരാവസ്ഥക്കാലത്തെ ഒരു ടേണിംഗ് പോയിന്റ്. അപ്പോൾ ഈ അമ്മയുടെയൊക്കെ അപ്പോഴത്തെ ഒരു അവസ്ഥ എന്തായിരുന്നു? കുടുംബം? അമ്മ അതാണ്, അമ്മയാണ് എല്ലാം. എന്നെ സംബന്ധിച്ച് അമ്മയാണ്, വേറെ ആരുമില്ല. എൻ്റെ അമ്മയും, ഞാൻ പറഞ്ഞല്ലോ, അമ്മയും അച്ഛനും എല്ലാം ഒരാളാണ്, അമ്മയാണ്. അമ്മ അത് മാത്രമല്ല, എല്ലാമാണ്, നമ്മുടെ ശക്തിയാണ്, നമ്മുടെ കാണപ്പെട്ട ദൈവം എന്ന് പറയാം അമ്മയെ. അമ്മ അത്ര കണ്ട ഒരു അറ്റാച്ച്മെൻ്റ് അമ്മയായിട്ട്. അമ്മ ബാലൻസ് തെറ്റിപ്പോയി. അമ്മ വല്ലാത്ത അവസ്ഥയായിട്ട് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി. ദിവസങ്ങളായിട്ടും അമ്മ ആഹാരം കഴിച്ചില്ല വീട്ടിൽ. അതേ ഉള്ളൂ. അതൊക്കെ ഞങ്ങൾ പിന്നീടാണ് കൂടുതൽ അറിയുന്നത്. അപ്പോൾ ഈ ജയിലിൽ സന്ദർശനം ഒക്കെ അലൗഡായിരുന്നു? ആരെങ്കിലും കാണാൻ അനുവദിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല? അപ്പോൾ അമ്മയ്ക്ക് കാണാൻ പോലും പറ്റിയിട്ടില്ല? അമ്മ കണ്ടില്ല, ജയിലിലൊന്നും വന്നിട്ടില്ല. അമ്മയോ അങ്ങനെയുള്ള ആളുകൾ ജയിലിൽ നമ്മുടെ പാർട്ടിയുടെ ആളുകൾ. പിന്നെ വർക്കൽ രാധാകൃഷ്ണൻ പറഞ്ഞല്ലേ, പിന്നെ ജയിലിൽ പൂജപ്പുരയിൽ ഞങ്ങൾ കിടക്കുമ്പോഴാണ് EMS-ഉം AKGയും കാണാൻ വന്നു. EMS-നെ AKGയും പുറത്തു വിട്ടിരുന്നു, അറിയാമല്ലോ. അടിയന്തരാവസ്ഥയിൽ EMS-നെ AKGയും പുറത്തു വിട്ടിട്ട് ബാക്കി എല്ലാ നേതാക്കളെയും BS അച്യുതാനന്ദനൊക്കെ ഉണ്ടല്ലോ ജയിലിൽ കിടക്കുക. ഞങ്ങൾ ചെല്ലുമ്പോൾ ജയിലിലുണ്ട്, ഒരു സെല്ലല്ല, ഒരു സ്ഥലമല്ലെന്നേ ഉള്ളൂ, ജയിലിലുണ്ട്. EMS-ഉം AKGയാണ് പുറത്തുനിന്ന് കാണാൻ വന്ന ഏറ്റവും വലിയ നേതാക്കൾ. നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല അത്. ജയിലിലും ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ല. ആഹാരം തന്നെ മോശമാണ്. ആഹാരം ഞങ്ങളൊക്കെ അന്ന് അടിയന്തരാവസ്ഥയിൽ കിടക്കുമ്പോൾ ഗോതമ്പുണ്ടായി തരുന്നത്. ഗോതമ്പ് ദോശയല്ല, ഗോതമ്പുണ്ട ഒരു ഉണ്ട. വിശപ്പടക്കാനത് മതി, ഇതൊക്കെ ഉള്ളൂ. ഒന്നുമില്ല, വേറെ ഒന്നും ആഹാരം സ്പെഷ്യലായിട്ടോ ഒന്നുമില്ല. ചോറ് തരും, ചോറും സാമ്പാറും തരും. അപ്പോൾ അതിൻ്റെയൊക്കെ റിലീസ് ആയതിനു ശേഷമുള്ള തുടർ നടപടികളൊക്കെ അത് കോടതി വ്യവഹാരത്തിലൊക്കെ പോയതാണോ? അങ്ങനെയായിരുന്നു അത്? അത് ആ കേസ് ഞങ്ങളെ അറസ്റ്റ് ചെയ്തത് മിസൈലല്ലോ, ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂളിലാണ് ഞങ്ങളെ രാജ്യത്തെ അട്ടിമറിക്കാൻ, ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ. ഡിഫൻസ്, രാജ്യത്തിൻ്റെ ഡിഫൻസ്, അതിലാണ് ഞങ്ങൾ പെടുത്തിയത്. ആ കേസ് കോടതിയിൽ. നമ്മളെ വിദ്യാർത്ഥികളല്ലേ, ബാക്കിയുള്ളവരെ പോലെയല്ലല്ലോ, പഠിക്കുന്നവരല്ലേ. എല്ലാം ഡിഗ്രിക്കും PGക്കും അല്ലെങ്കിൽ ലോ കോളേജിലും അവിടെയൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആരുമില്ല. വിദ്യാർത്ഥികളാണ് ഇവരെ വിടണം എന്നുള്ള ആർഗ്യുമെൻ്റ് കൊണ്ട് അത് ഹൈക്കോടതിയിലും പോയി. അങ്ങനെ വിദ്യാർത്ഥികൾ ആണെന്നുള്ള ഒരു പരിഗണന വെച്ചാണ് ഞങ്ങളെ അവസാനം മോചിപ്പിച്ചത്.